രാഹുൽ ഗാന്ധിയൊക്കെ ഒരു കേസിൽ നിന്നും അദ്ദേഹം ഒളിച്ചോടിയിട്ടില്ല. രാഹുൽ ഗാന്ധിയൊക്കെ തുടർച്ചയായി 5 ദിവസത്തോളം ചോദ്യം ചെയ്തു. അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുഴുവൻ അദ്ദേഹം കൃത്യമായി തന്നെ ഉത്തരവ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു ദിവസം പോലും അവധി എടുത്തുകൊണ്ട് അല്ലെ എനിക്ക് ഇന്ന കാരണമുണ്ട് ഞാൻ ഹാജരാകത്തില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിന്നിട്ടില്ല. അതിനെ നേരിടാനുള്ള ചങ്കൂറ്റം കാണിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയ പ്രേരിതമാണെങ്കിലും അല്ലെങ്കിലും ഇപ്പോൾ ഇഡിയും CBI ഒക്കെ നടത്തുന്ന കേസുകൾ അത് രാഷ്ട്രീയ പ്രേരിതമാണെങ്കിലും അല്ലെങ്കിലും അതിനെ അതേ ആർജവത്തോടെ നേരിടുവാനുള്ള തന്റെ ഇടം കോൺഗ്രസ് കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും ഒരു കേസുകളിൽ നിന്ന് ഞങ്ങൾ ഒളിച്ചു പോകാൻ വേണ്ടി ആഗ്രഹിക്കത്തുമില്ല. അത് ഞങ്ങൾ ധീരമായി നേരിടും എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കാം. പക്ഷെ ഇവിടെ എന്താണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ ഈ കേസ് പരിശോധിക്കുമ്പോൾ ഈ കേസിന്റെ ഒക്കെ അവസ്ഥ എന്താകും എന്നതിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി തന്നെ നമുക്കറിയാം. കൃത്യമായ ധാരണയുണ്ട്. അതൊക്കെ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയാണ് തൃശ്ശൂർ വന്ന് അദ്ദേഹം പരസ്യമായി പറയുന്നു ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഇവിടെ വലിയ അഴിമതിയും തട്ടിപ്പും ഒക്കെ നടന്നിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്താ ഒരു കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിലെ ഏതോ ഒരു പ്രധാനപ്പെട്ട ഓഫീസ് കേന്ദ്രീകരിച്ച് വലിയ അഴിമതിയും തട്ടിപ്പും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ഓരോരോ പിന്നാമ്പറ കഥകളാണ് ഓരോ ദിവസവും ഇവിടെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത് വളരെ വ്യക്തമായി തന്നെ. ഇപ്പോൾ ഇത് നമുക്കറിയാം ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത്. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ആ സ്റ്റാറ്റ്യൂട്ടറി ഇവിടെ പറയുന്ന മനോരമ എന്തോ ഈ പറയുന്ന വ്യാജ മാധ്യമ സിൻഡിക്കേറ്റ് വാർത്ത വളച്ചൊടിച്ചു ചിത്രീകരിച്ചു എന്നൊക്കെ പറയുന്ന പോലെ ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ടുണ്ട്. അത് പബ്ലിക് ഡൊമൈനിലുണ്ട്. മനോരമയുടെ റിപ്പോർട്ട് മാറ്റിവെക്കുക. ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് പബ്ലിക് ഡൊമൈനിലുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആണ്. നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന വിവരാവകാശ നിയമപ്രകാരമോ അല്ലെ മറ്റ് സോഴ്സുകളിലൂടെയൊക്കെ ആ രേഖ നമുക്ക് വളരെ കൃത്യമായി കിട്ടും. അതിന്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? അതിനകത്ത് ഇത് പ്രഥമ ദൃഷ്ടിയ തന്നെ എന്താ ഈ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അതിനകത്ത് വളരെ ദുരൂഹതയുണ്ട്. ഈ കമ്പനീസ് ഓഫ് രജിസ്ട്രാർ എന്ന് പറയുന്നത് എന്താ? കമ്പനീസ് ഓഫ് രജിസ്ട്രാർ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള കാരണം നമുക്കറിയാം ഒരുപാട് ഈ പറയുന്ന ഇപ്പോൾ അദാനിക്കെതിരേക്ക് ഉയർന്ന ആരോപണം എന്താ? അദാനിയൊക്കെ ഒരുപാട് കടലാസ് കമ്പനികൾ ഉണ്ടാക്കിയിരിക്കുന്നു. എന്തിനാ? കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ പറയുന്ന ഷെൽ കമ്പനികളെന്നാണ് വിളിക്കുന്നത്, കടലാസ് കമ്പനികൾ. ഇവിടെ എന്താ നമ്മൾ വീണയുടെ എക്സാലോജിക് കമ്പനിയെ കുറിച്ചും നമ്മൾ ഈ പഠിക്കുമ്പോൾ അതിനകത്ത് വളരെ ദുരൂഹതയുണ്ട്. കാരണം എന്താ അറിയോ? ഒരു കമ്പനി എന്തിനാണ് പെട്ടെന്ന് പ്രവർത്തനം നിർത്തിയിട്ട് പോയത്? കേന്ദ്രം അന്വേഷണം ആരംഭിച്ചപ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെന്റ് ഏജൻസികൾ എന്തെങ്കിലും സംശയാസ്പദമായ വിവരങ്ങളെ അടിസ്ഥാനമാക്കി അന്വേഷണം ആരംഭിച്ചപ്പോൾ എന്ത് ചെയ്തു? അപ്പോഴേ കടം കൂട്ടി, അപ്പോഴേ കമ്പനി അടച്ചുപൂട്ടി ആൾ അവിടുന്ന് മുങ്ങുക. അപ്പോൾ തന്നെ അതിന്റെ അകത്ത് എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? അതിനകത്ത് പോലെ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ദുരൂഹതകളുണ്ട്, മറക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? ഇത് എക്സാലോജിക്ക എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു കടലാസ് കമ്പനിയാണ് എന്ന് തന്നെ നമ്മൾ പ്രഥമ ദൃഷ്ടിയെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ നിരവധിയായ അവസരങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ പ്രതിപക്ഷം ചോദിച്ച പല കാര്യങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെ നമുക്കറിയാം ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് പോലെ ചോദിച്ച കാര്യങ്ങളുണ്ടായിരുന്നല്ലോ. ഈ രണ്ട് കമ്പനികൾ ഇവിടെ CPM-ന്റെ ഒക്കെ നേതാക്കന്മാർ ആദ്യമേ എന്താ പറഞ്ഞത്? AK ബാലൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ നേതാക്കൾ പറഞ്ഞത് ഇത് രണ്ട് കമ്പനികൾ തമ്മിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു കരാറാണ്. രണ്ട് കമ്പനികൾ തമ്മിലുള്ള ബിസിനസ് ആണ്, കച്ചവടമാണ്. അതിന് നമ്മൾ ആർക്കും എതിരില്ല. ഇന്ത്യ മഹാരാജ്യത്ത് ലക്ഷക്കണക്കിന് കമ്പനികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കൽ വാങ്ങൽ നടക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ കച്ചവടങ്ങൾ നടക്കുന്നു. ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറാണ്, രണ്ട് കമ്പനികൾ തമ്മിലുള്ള സേവനമാണ്. ആ സേവനത്തിന് നൽകിയ പ്രതിഫലമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.